മഹേന്ദ്രൻ എന്താ പറഞ്ഞു വരുന്നത്? കൃത്യമായിട്ട് കാര്യങ്ങൾ പറ. അതായത് പഞ്ചരത്നത്തിലെ പാചകക്കാരൻ ഇന്ന് ഉച്ചയൂണിനുള്ള സാമ്പാറിൽ വിഷം ചേർക്കും. ചുരുക്കം പറഞ്ഞ കഴിക്കുന്നവർക്കെല്ലാം ഭക്ഷ്യവിഷബാധ. കഴിക്കുന്നവരെല്ലാം തട്ടിപ്പോവോ? ഹേയ്, ഇല്ലില്ല. മരിക്കാൻ പാകത്തിലുള്ള വിഷബാധയൊന്നും ആർക്കും ഉണ്ടാവില്ല. ഛർദിയും വയറിളക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് വലിയ കേസാവും. അത് വേണ്ട. അതിനിപ്പുറത്തേക്കുള്ള പോലീസ് കേസൊക്കെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഫുഡ് സാമ്പിൾ പരിശോധിച്ചാൽ വിഷം ചേർത്താണെന്ന് മനസ്സിലാവുമല്ലോ. ഇല്ലില്ല, അത്ര ഒരു സാധനമാണ് സാമ്പാറിൽ കലർത്തുന്നത്. എന്താ ചേർത്തതെന്ന് ആർക്കും മനസ്സിലാവില്ല. ആട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഊണ് കഴിച്ച ആളുകളൊക്കെ ഛർദ്ദിച്ചു തുടങ്ങിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, പോലീസിൽ അറിയിക്കും. അതൊക്കെ ഒന്ന് കൊഴുപ്പിച്ചെടുക്കണം. കുറച്ച് പാർട്ടിക്കാരെയൊക്കെ കൂട്ടി ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ? ഓക്കെ. എങ്കി വാ. ഓക്കെ ആണ് ചേച്ചി. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മഹേന്ദ്ര? പറഞ്ഞു. പ്ലാൻ ചെയ്ത സംഭവം നടന്നു കഴിയുമ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കണമെന്ന് പറയുമായിരുന്നു. സുധീഷേ, ആളെ കൂട്ടി ഒരു ജാഥ വേണം. ഒരുപാട് പേരൊന്നും വേണമെന്നില്ല. ഉള്ളവരെ വെച്ച് പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് ഒരു പിക്കറ്റിംഗ്. അതൊന്ന് വാർത്തയാക്കണം. ആ ഹോട്ടല് പൂട്ടിക്കണം. അഞ്ചെണ്ണവും അന്നം കഴിക്കാനില്ലാതെ എന്റെ മുമ്പിൽ വന്നു നിന്ന് കെഞ്ചണം, യാചിക്കണം. കുറച്ച് ചിലവ് വേണ്ടി വരും. പാർട്ടി സമ്മേളനമൊക്കെ വരുമല്ലേ, സംഭാവന തരും. അതിന് രസീത് വേണ്ട. മഹേന്ദ്ര, പോവാം. ഓക്കെ. പരൽമീനിന് തീറ്റയിട്ട് കൊടുക്കും പോലെ ചില്ലറക്കാശ് തന്നെ എന്നെ വിലക്കെടുക്കാൻ നോക്കുന്ന കലാവതി, ഞാനൊരു തിമിംഗലമാണെന്ന് നീ വഴിയേ അറിയും. സുമേഷേട്ടൻ വന്നു. സുമേഷേട്ടൻ ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ. അതെന്താ അങ്ങനെ വിചാരിക്കാൻ? ഞാനിവിടെ വരാതിരിക്കൂ? ഇതുവഴിയല്ലേ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയത്, എന്നിട്ടൊന്നും കേറിയില്ലല്ലോ. കൊള്ളാം. എയർപോർട്ടിൽ നിന്ന് ഞാൻ വീട്ടിലെത്തുന്ന സമയവും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക എന്റെ അമ്മ. ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് വൈകിയാ തീർന്നു. എന്ന് വെച്ച് നിങ്ങളോട് സ്നേഹമില്ലാന്നല്ല, അതല്ല ഞാനിപ്പോ ഓടി ഇങ്ങോട്ട് വന്നത്. എന്നാലും വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയായിരുന്നു. അത് മനഃപൂർവ്വ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചു. ആ സങ്കടങ്ങളൊക്കെ മാറ്റാനുള്ള സാധനങ്ങളുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, അകത്തേക്ക് വാ. ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എന്നാലും വരവറിയിക്കാത്തതിന്റെ ഒരു പിണക്കം മാറ്റാൻ ഇതൊക്കെ മതിയാവും അല്ലേ? സമ്മാനങ്ങളിലൊക്കെ എന്താ സുമേഷേട്ട കാര്യം? ബന്ധങ്ങളാ വലുത്. നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം നിനക്ക് എന്നെ ഇരിക്കട്ടെ.